ഷാലോസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അഡീനിയം പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്, അതാണ് കാണിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. അധികം സ്റ്റോക്ക് ഇല്ല, കുറച്ച് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ബോൺസായി ഒക്കെ ആയിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ ഇപ്പം അഡീനിയം പ്ലാന്റ്സ് വളർത്തുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മഴക്കാലമൊക്കെയാണ്, മഴ കൊള്ളാത്ത രീതിയിലൊക്കെ ചെടികളൊക്കെ സൈഡിലേക്കൊക്കെ എടുത്തു വെച്ച് സൺഷെയ്ഡിൻ്റെ അടിയിലേക്കൊക്കെ എടുത്തു വെച്ച് മഴ കൊള്ളാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കുക കേട്ടോ. ഇപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇപ്പം പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചെടികൾ ഇപ്പം വെള്ളം കൊടുത്ത് അങ്ങനെ ചീത്തയാക്കി കളയണ്ട കേട്ടോ. ഇപ്പോൾ ഒത്തിരി വളങ്ങൾ കെമിക്കലൊക്കെ ആയിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം ഇതെല്ലാം നിൽക്കുന്നതുകൊണ്ട് ചെടികൾ ചെറുതായിട്ട് അതിൻ്റെ കോഡക്സൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഈ മഴയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പ്രൂൺ ചെയ്യണം. ചെയ്താൽ മാത്രമാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രൂൺ ചെയ്ത് ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ നല്ലോണം വെളിച്ചമുള്ള സമയത്ത്, വെയിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് വളങ്ങളൊക്കെ വളർച്ചയ്ക്കും പൂവിടാനൊക്കെയുള്ള വളങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെടികളൊക്കെ സേഫായിട്ട് സ്ഥലത്തേക്ക് ചീഞ്ഞു പോകാത്ത രീതിയിലൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല ഭംഗിയുള്ള അഡീനിയം പ്ലാന്റ്സുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 13 നമ്പറുകളായിട്ടാണ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ മതി കേട്ടോ. കാറ്റലോഗിൽ കണ്ടില്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ അതാ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഒരു നമ്പർ പറയും, ആ നമ്പറിലാണ് കേട്ടോ കാറ്റലോഗിൽ കൊടുത്തതാണ്. ഇതൊരു വൈറ്റും ബോർഡർ ഒരു പിങ്കും കൂടെ ചേർന്ന് കലർന്ന് വരുന്ന പ്യുവർ വൈറ്റ് അല്ല, പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെ തോന്നുമ്പോൾ വൈറ്റ് ആയിട്ട് തോന്നും. ഇപ്പം ഈ പൂക്കളൊക്കെ ചെറുതായിട്ട് ഈ വന്നേക്കുന്നതിൻ്റെ ഒരു കരിച്ചിലുണ്ട് കേട്ടോ. അപ്പോൾ പ്യുവർ വൈറ്റ് അല്ല, വൈറ്റും പിങ്കും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു കളറാണ് വരുന്നത് കേട്ടോ. അതായത് നല്ല ചെടിയാണ്, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. നല്ല കോഡക്സ് ഒക്കെ വലുതായിട്ടുള്ള പ്ലാന്റാണ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു വയലറ്റ് ടച്ചുള്ള പ്ലാന്റ് ആണ്. പൂ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതാണ് വരുന്നത് കേട്ടോ. ഒരു ഡാർക്ക് റെഡും ലൈറ്റ് റെഡും കൂടെ ചേർന്നിട്ട് ബോർഡർ ഒരു വയലറ്റ് ഷെയ്ഡും കൂടെ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഡിമാൻഡുള്ള, നമുക്ക് ഇതിന് മുമ്പ് വരാറുണ്ട്, നല്ല ഡിമാൻഡുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ്. ഇതാണ് വരുന്നത് കേട്ടോ പ്ലാന്റ് വരുന്നത്. നമ്പർ 3 എന്ന് പറയുന്നത് ഒരു യെല്ലോയും ഒരു പിങ്കും കൂടെ ചേർന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഈ പൂ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ പൂ പൊട്ടിപ്പോയേക്കുന്നതാണ്. ഇങ്ങനെ കണ്ടോ, ഉള്ളിലൊരു യെല്ലോ ഷെയ്ഡ് ബോർഡറുമായിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് അങ്ങനെ വരുന്നത്. പൂക്കൾ വരുന്നേക്കണ്ടതിൻ്റെ ഒരു കരിച്ചിലുണ്ട്. ഇതാണ് ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇതാണ് പ്ലാന്റ് വരുന്നത്. നാലാമത്തെ പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ്. ഇത് നാലാമത്തെ പ്ലാന്റ് കേട്ടോ. നമ്പർ 4 എന്ന് പറഞ്ഞിട്ട് കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത്. ഇത് നമ്മളുടെ DP-യിൽ ഇത് ഈ കളർ ഒരു പ്ലാന്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്. 5 ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് കളറുകൾ കറക്റ്റ് അല്ലെങ്കിലും കളർ കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും നല്ല ബോൺസായി ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. എന്തായാലും നല്ല വെറൈറ്റി കളറുകൾ തന്നെയായിരിക്കും. ഇത് നല്ല ഭംഗിയുള്ളതാ ഇങ്ങനെയാണ് വരുന്നത്. പൂ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന കളറാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ. നമ്പർ 6 വരുന്നത് പ്യുവർ വൈറ്റ് ആയിട്ട് വരുന്ന പ്ലാന്റ്. നല്ല രസമുള്ള അടിപൊളി പ്ലാന്റ്. ഇങ്ങനെ കോഡക്സ് ഒക്കെ നല്ല വലുതായിട്ട് സുന്ദരി പ്ലാന്റ്. ഇനി ഇപ്പുറത്തെ വശത്ത് കാണിച്ചു തരാം. നമ്പർ 7 വരുന്നത് ഇതാണ്. ഇങ്ങനെ നേരത്തെ നമ്മൾ കാണിച്ചതിൽ ആ ഒരു ടൈപ്പ് പ്ലാന്റാണ്. ഒരു യെല്ലോയും ഒരു പിങ്കും കൂടെ ചേർന്ന് വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെ വലിയ പ്ലാന്റാണ്. നമ്പർ 8 വരുന്നത് പൂ കൊഴിഞ്ഞു പോയി, കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാലും നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ബോൺസായിട്ടൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാവുന്ന പ്ലാന്റാണ് നമ്പർ 8. കളർ അറിയാൻ പറ്റുന്നില്ല. അതിൻ്റെ തുമ്പ് ഈ വരുമ്പോൾ നമുക്ക് കുറച്ച് കരിച്ചിലുകളൊക്കെ വരുവേ, ഇത്രയും പ്ലാന്റുകൾ വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് കളർ അറിയാൻ പറ്റുന്നില്ല കേട്ടോ. നമ്പർ 9 ഇതാണ് നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്പർ 9 പ്ലാന്റ് വരുന്നത് ഇത്. നമ്പർ 10 വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് വരുന്നത്. കറക്റ്റായിട്ട് പൂ കൊഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ കളറുകളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഒരു യെല്ലോയും ഇതൊക്കെ ചേർന്നിട്ട് നല്ല ഭംഗിയുള്ള വലിയ പ്ലാന്റ് കേട്ടോ. നമ്പർ 11 വരുന്നത് ഇതാണ്. പൂക്കൾ കരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെ ഉൾഭാഗം ഒരു വൈറ്റ് ഇതൊക്കെയായിട്ട്. നമ്പർ 11. നമ്പർ 12 വരുന്നത് അതിനോടൊരു സാമ്യമുള്ള പ്ലാന്റ് തന്നെയാണ്. ഒരു വയലറ്റ് ടച്ചായിട്ട്
പൂക്കൾ ഒരു വയലറ്റിൻ്റെ ഒരു ഡാർക്ക് റെഡും വയലറ്റും ചേർന്നിട്ടുള്ളൊരു കളറ്. ഇതാ നല്ല പ്ലാന്റ്. നമ്പർ 13 വരുന്നത് ഇതാണേ. നല്ല പ്ലാന്റാ. നല്ല ഇങ്ങനെ ഈ ഒരു കളറാണ് കേട്ടോ ഇതുമായി ഇരിക്കണേ. കൊഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ചെറിയതായിട്ട് കരിച്ചിലുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമുക്ക് വിരിച്ച് കാണിക്കാൻ നോക്കാൻ പറ്റാത്തത്. നമുക്ക് വിരിച്ച് മൊട്ടുകൾ വിരിച്ച് കാണിക്കുമ്പോഴും തന്നെ വിരിഞ്ഞ് വരുമ്പോഴും ചെറിയ ഡിഫറൻസ് കളറിൽ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ കണ്ടിട്ട് പ്ലാന്റുകൾ വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചട്ടിയിലൊക്കെ ബോൺസായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ബോൺസായി ആയിട്ട് ഇൻഡോറിൽ വെക്കുന്നതായിട്ട്. ഇൻഡോറിലേക്ക് അത്രയും സ്യൂട്ടബിൾ ഒന്നും അല്ല, എങ്കിലും നമുക്ക് ഒരു ഭംഗിയിൽ നല്ല ക്രിസ്റ്റലിൻ്റെ ഒക്കെ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. പക്ഷേ ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇലകളൊക്കെ കൊഴിയും കേട്ടോ. അപ്പോൾ ആ കാര്യമൊക്കെ നോക്കിയിട്ട് മാത്രം ഇൻഡോറിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതേ പ്ലാന്റുകൾ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരെ വേഗം ഓർഡർ ചെയ്തോളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് ഞായറാഴ്ച സൺഡേ ഉച്ചയ്ക്ക് 12 മണിക്ക് ആയിരിക്കും കേട്ടോ. എന്താ 350 ആണ് കേട്ടോ ഈ പ്ലാന്റുകളുടെ റേറ്റ് വരുന്നത്. നമ്മൾ 2 സൈസിലുള്ള പ്ലാന്റ് 150യുടെയും കൊണ്ടുവരാറുണ്ട്. ഇപ്പം നമുക്ക് 150യുടെ പ്ലാന്റുകൾ അധികം വരുന്നില്ല. ഇപ്പം ഇത് 350യുടെ പ്ലാന്റുകളാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് ആയതുകൊണ്ട് അതൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ പറയണം. ഇപ്പം നല്ല ഫ്രഷ് ആയിട്ട് ഒരു പ്രശ്നമില്ലാതാണ് പ്ലാന്റുകൾ ഇരിക്കുന്നത്. പക്ഷേ അഡീനിയം പ്ലാന്റ്സ് ആണ്. ഇല കൊഴിയാനുള്ള സാധ്യതയുണ്ട്, പൂക്കൾ കൊഴിയാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കൊക്കോപീറ്റിലായിരിക്കും പ്ലാന്റുകൾ വരിക. അടിഭാഗത്ത് കുറച്ച് കൊക്കോപീറ്റ് ഉണ്ടാവുക. കൊക്കോപീറ്റ് ഫുള്ള് കളയുക. പെട്ടെന്ന് നട്ടില്ല എന്ന് വെച്ചും കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോട്ട് മിക്സ് കിട്ടിയില്ല എന്ന് വെച്ചും പ്രശ്നമില്ല. പെട്ടെന്ന് നടണ്ട. അത് ഫ്രീ ആക്കി വെച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നട്ടാൽ മതി കേട്ടോ. ഇലകളൊക്കെ കൊഴിഞ്ഞോട്ടെ, ഒരു പ്രശ്നമില്ല കേട്ടോ. അഡീനിയം പ്ലാന്റ്സിന് ഇലകളൊക്കെ കൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല കരുത്തോടുകൂടി പെട്ടെന്ന് തന്നെ വന്നോളും. ഇപ്പം നമുക്ക് എന്തായാലും പൂക്കൾ ഉണ്ടാവില്ല അല്ലേ ഈ മഴക്കാലത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയിൽ ആക്കിയെടുക്കുകയും ചെയ്യാം. എപ്പോഴും പോട്ടി മിക്സ് എടുക്കുമ്പോൾ നല്ലവണ്ണം ഡ്രൈ ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഇതൊക്കെ മണലും മണ്ണൊക്കെ നല്ല സേഫായിട്ട് സ്ഥലത്തേക്ക് എടുത്തു വയ്ക്കും ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നടാൻ വേണ്ടിയിട്ട്. പ്രൊഫഷണൽ DTDC 2 കുഴികൾ വഴി നമ്മൾ പ്ലാന്റ്സുകളാക്കിയാൽ ഒരു പ്ലാന്റിനും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക. പിന്നെ വിതിൻ 2 ഡേയ്സ് എല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 3 ഡേയ്സ് 4 ഡേയ്സിനുള്ളൊക്കെ ഉള്ളിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോംബെ കഴിച്ചിട്ട് 2ാമത്തെ ദിവസം കിട്ടിയതുണ്ട്. എയറിലാണല്ലോ പോണേ. മദ്രാസൊക്കെ വരുമ്പോഴത്തേക്കും 2nd ദിവസം പ്രൊഫഷണൽ അയച്ചിട്ട് 2ാമത്തെ ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 അല്ലെങ്കിൽ 3ാമത്തെ ദിവസം കിട്ടും കേട്ടോ പ്ലാന്റ്സുകൾ. ഒരു പ്രശ്നമില്ല. നല്ല സേഫായിട്ട് തന്നെ നമ്മൾ പ്ലാന്റ്സിലൂടെ. നെക്സ്റ്റ് വീഡിയോ സൺഡേ ഉച്ചയ്ക്ക് 12 മണിക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.